ദെൻ പ്രിൻറ്റ് ഫംഗ്ഷനിൽ നമുക്ക് സിംഗിൾ വേരിയബിൾ പ്രിൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ വേരിയബിൾസും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എ ആൻഡ് ബി എന്ന് പറഞ്ഞ് രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ രണ്ടിലുമുള്ള വാല്യൂസ് എ കൊമ ബി എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ലൈക്ക് സ്പേസ് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ആ പ്രിൻറ്റ് വരുന്നത്. സോ ബൈ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ രണ്ട് വേരിയബിൾസിനെയും തമ്മിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്പേസ് ആയിരിക്കും. സോ പൈത്തണിൽ തന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള ഇത്തരം ഫംഗ്ഷനുകൾക്ക് നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള പല ആർഗ്യുമെൻറ്റ്സും ഉണ്ട്. സോ മൾട്ടിപ്പിൾ വേരിയബിൾസ് പ്രിൻറ്റ് ചെയ്യുമ്പം ഇത് തമ്മിലുള്ള സെപ്പറേഷൻ സ്പേസ് വെച്ചിട്ടാണ് എന്നുള്ളത് ഒരു ഡിഫോൾട്ട് ഇതിൻ്റെ ഒരു സെറ്റിംഗ് ആണ്. സോ അത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, സെപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തായിരിക്കണം ആ സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ സപ്പോസ് ഞാനിത് അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അണ്ടർസ്കോർ വെച്ചിട്ടായിരിക്കും ഈ രണ്ട് വാല്യൂസിനെയും സെപ്പറേറ്റഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് എനിക്ക് കോമയാണെന്നുണ്ടെങ്കിൽ, കോമ ആൻഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ കോമ കഴിഞ്ഞ് സ്പേസും ഉൾപ്പെടെ ഇത് വരുന്നതായിരിക്കും. സിംപ്ലി കോമ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സെപ്പറേറ്ററായിട്ട് കോമയായിരിക്കും വരുന്നത്. സോ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ഈ രീതിയിൽ അതിൻ്റെ കസ്റ്റം ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. സോ പൈത്തൺ പ്രോഗ്രാമിങ്ങിലുള്ള ഇങ്ങനത്തെ ചില ഹാക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ കോളൻ യൂസ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ പ്ലേസ് ഹോൾഡർ പാസിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സോ സപ്പോസ് എനിക്കൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ലൈക്ക് ഒരു ആളെ വെൽക്കം ചെയ്യണം, ആ ആളുടെ പേര്, ഏജ്, ലൊക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരണം. പക്ഷേ എനിക്ക് ആ വാല്യൂസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് വേരിയബിൾസിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് നെയിം, ഏജ്, ലൊക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഞാൻ ഒരു വേരിയബിളിൽ അസൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ പ്ലേസ് ഹോൾഡേഴ്സ് കൊടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെ പ്ലേസ് ഹോൾഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട്, അതായത് ഇത് എഫ് സ്ട്രിങ് ആയിട്ടാണ് ഞാനിത് പ്രിൻറ്റ് ചെയ്യുന്നത്. എഫ് എന്ന് പറയുന്നത് കൊടുത്തതിന് ശേഷമാണ് സ്ട്രിങ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എനിക്ക് പ്ലേസ് ഹോൾഡേഴ്സിൻ്റെ അകത്ത് ഇതുപോലെ വേരിയബിൾസ് കൊടുക്കാൻ സാധിക്കും. സോ ഈ വേരിയബിൾസിൻ്റെ അകത്തുള്ള വാല്യൂസ് വെച്ചിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ഇവിടെ ഏജിൻ്റെ അകത്ത് ഞാൻ 26 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ, ആ വേരിയബിൾ വരുന്ന പൊസിഷനിൽ 26 വെച്ച് റീപ്ലേസ് ആവുന്നതായിരിക്കും. സോ എഫ് സ്ട്രിങ്ങിൻ്റെ യൂസേജ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ യൂസറിൽ നിന്ന് ഒരു ഇൻപുട്ട് സ്വീകരിച്ച ശേഷം യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാനായിട്ട് എനിക്ക് സിമ്പിളായിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. സോ ഇത് കൊടുക്കുമ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് ബോക്സ് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ എന്താണോ എൻ്റർ ചെയ്യുന്നത് അതായിരിക്കും ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻഡ് ആവുന്നത്. ഇത് നമ്മുടെ യൂസർ ഇൻപുട്ടിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഫോർമാറ്റ് എഫ് സ്ട്രിങ് അല്ലാതെ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ കാണിച്ച പ്രിൻറ്റ് എക്സാമ്പിൾ എഫ് സ്ട്രിങ് അല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പ്ലേസ് ഹോൾഡേഴ്സ് ഇട്ടതിന് ശേഷം ഡോട്ട് ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. സോ അനദർ തിങ് എന്ന് പറഞ്ഞാൽ പൈത്തണിൽ നമുക്ക് സ്ട്രിങ്ങുകളെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ ഡോട്ട് സ്പ്ലിറ്റ് കൊടുത്തിട്ട് ഓൺ വാറ്റ് ബേസിസ്, എന്ത് ക്യാരക്ടറിൻ്റെ ബേസിൽ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആയിട്ട് തിരിച്ചു തരും. ഇവിടെ ഞാൻ സ്പേസ് ആണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് സ്പേസ് വരുന്നിടത്തെല്ലാം അതിനെ കട്ട് ചെയ്ത് ഡിഫറെൻറ്റ് പാർട്സ് ആക്കി തിരിച്ചു തരും. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. എന്ത് സെപ്പറേറ്റർ വെച്ച് ജോയിൻ ചെയ്യണം എന്നുള്ളത് എനിക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ അണ്ടർസ്കോർ ആണ് കൊടുക്കുന്നത്. സോ അത് അണ്ടർസ്കോർ വെച്ച് ജോയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ലിസ്റ്റിനെ നമുക്ക് അപ്പൻഡ് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഓഫ് വാല്യൂസിലോട്ട് പുതിയൊരു വാല്യൂ അപ്പൻഡ് ചെയ്യാനായിട്ട് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എന്താണോ ലിസ്റ്റിൻ്റെ പേര് അത് ഡോട്ട് അപ്പൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പുതിയ വാല്യൂ ആഡ് ആവും. അതുപോലെ ഒരു ലിസ്റ്റിലോട്ട് നമുക്ക് മറ്റൊരു ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം ഓൾറെഡി എനിക്ക് വീക്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ സൺഡേ, മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ എന്ന് പറയുന്ന അനദർ ലിസ്റ്റ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ എനിക്ക് ടോട്ടലി ഒരു സിംഗിൾ ലിസ്റ്റ് ആയിട്ട് തിരിച്ച് കിട്ടും. അതുപോലെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് ഡോട്ട് റിമൂവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ ലിസ്റ്റിനെ സോർട്ട് ചെയ്യാനായിട്ട് എനിക്ക്
സോർട്ടഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. സോ അത് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് വരും. ഇനി അതല്ല, എനിക്ക് റിവേഴ്സ് ഓർഡറിലാണ്, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് ഞാൻ ട്രൂ ആക്കി കൊടുക്കണം.